ഡി സതീശനും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ് കാണാൻ വേണ്ടി കഴിയുക. മുസഫിറിൻ്റെ വീട്ടിൽ പോകുന്ന വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അത്യന്തം ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അത് നിങ്ങൾ മാധ്യമങ്ങളെല്ലാം എങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നത് എന്ന് സൂക്ഷ്മതയോടെ നിങ്ങൾ നോക്കിയാണ്, കൗതുകത്തോടെ നോക്കിയാണ്. കാരണം വി ഡി സതീശൻ്റെ സോഷ്യൽ മീഡിയ ഓപ്പറേറ്ററാണ് എന്ന് കൃത്യമായി പരസ്യപ്പെടുത്തിയിട്ടുള്ള ഒരാൾ. അതുമാത്രമല്ല, ഈ ഹുസൈൻ മുസഫിർ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇന്നലെ കാസർഗോഡ് MDMA പിടിച്ചത്. അപ്പോൾ ഹുസൈൻ മുസഫിറിൻ്റെ പ്രൊഫൈലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് വി ഡി സതീശനും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ് കാണാൻ വേണ്ടി കഴിയുക. മുസഫിറിൻ്റെ വീട്ടിൽ പോകുന്ന വീഡിയോ പ്രചരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അദ്ദേഹവുമായിട്ട് നടത്തുന്ന സംഭാഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ബന്ധമുണ്ട് എന്ന് വെളിപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു പൊതുചടങ്ങിൽ ഒരു സെൽഫി എടുത്തതോ ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ പെട്ടതുമായിട്ടുള്ള ബന്ധമല്ല. അപ്പം മുസഫിറുമായിട്ടുള്ള ബന്ധം എത്രമാത്രം ഉണ്ട് എന്നത് മുസഫിറിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കിയാൽ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും. അപ്പം മുസഫിറിനെ പോലെയുള്ള MDMA കച്ചവടക്കാർക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താണ് കാര്യം, മുഖ്യമന്ത്രിക്ക് ഇവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് MDMA കച്ചവടത്തിൻ്റെ കേന്ദ്രം സംബന്ധിച്ചുള്ള അന്വേഷണം സമഗ്രമായി നടത്തണം എന്നുകൂടി DYFI ആവശ്യപ്പെടുകയാണ്. കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെല്ലാം. ഓപ്പറേഷൻ തൂഫാൻ എന്നെല്ലാം പറഞ്ഞ് ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുണ്ട്. അതിനൊന്നും ഞങ്ങൾ വില കുറച്ച് കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി പിടികൂടപ്പെട്ട ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുള്ള ഇവരുടെ കോൺഗ്രസ് ബന്ധം, ഇവരുടെ മുഖ്യമന്ത്രി ഓഫീസുമായിട്ടുള്ള ബന്ധം, മുഖ്യമന്ത്രിയുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പം, ഇതെല്ലാം പുറത്തു വന്ന സ്ഥിതിക്ക് മുഖ്യമന്ത്രിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലക്ക് ഇതിൻ്റെ വേര് കണ്ടെത്താനുള്ള സമഗ്രമായ അന്വേഷണം വേണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. അല്ല, നമ്മുടെ ഭരണഘടനാ അസംബ്ലി തന്നെ വളരെ ഗൗരവമായ ചർച്ചയെ തുടർന്നാണ് വന്ദേ മാതരത്തിൻ്റെ ഏതെല്ലാം വരികളാണ് ഇവിടെ ആലപിക്കേണ്ടത്. ഞാൻ അതിനൊന്നും ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അപ്പം അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് മുതൽ ഇങ്ങോട്ടുള്ള ഒരു അനുഭവം. ദേശീയ പ്രസ്ഥാനമെല്ലാം മുന്നോട്ട് വെച്ച നിരവധി മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി പോരാട്ടങ്ങളുണ്ട്. ഇന്ത്യയുടെ പതാകയുടെ നിറം എന്താവണം എന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ പേരെന്താവണം എന്നത്, രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖം എങ്ങനെയാവണം എന്നത്, രാജ്യം മതരാഷ്ട്രമാവണോ വേണ്ടയോ എന്നുള്ള ഗൗരവമായിട്ടുള്ള ചർച്ച, ഇങ്ങനെ ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യ രൂപപ്പെടുന്നതിൽ അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടു കൂടിയിട്ടുള്ള ഇടപെടലിൻ്റെ കരുത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേരവകാശികൾ തങ്ങളാണ് എന്നറിയപ്പെടുന്ന കോൺഗ്രസ് ആണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ആ കേരളം കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഗാന്ധി വധത്തിൽ പ്രതിയേർക്കപ്പെട്ട ആൾ, അതിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായി നിൽക്കുന്ന ആൾ, ഗാന്ധിയെ കൊന്ന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്ന ആൾ, അതിനാശയപരമായ അടിത്തറ ഒരുക്കിയ ആൾ, അയാളെ വലിയ വീരനായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ പോരാളിയായി അവതരിപ്പിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന കിസ് മത്സരം ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത് ആരാ ഭരിക്കുന്നത്? കേരളം. ഇത് ഉത്തരേന്ത്യയിലല്ല, ഗുജറാത്തിലെ സ്കൂളിൽ നടന്ന കിസ് മത്സരമല്ല. അപ്പം ഇത് ബോധപൂർവമാണ്. അതുകൊണ്ട് വന്ദേ മാതരം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഗവർണർ ഉത്തരവ് കിട്ടിയപ്പോൾ കൊടുത്ത ഉത്തരവൊന്നുമല്ല. കേരളത്തിൽ UDF തുടക്കം മുതൽ RSSന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. വന്ദേ മാതരം ആദ്യ വരികളല്ലാതെ, ഭരണഘടനാ അസംബ്ലി മുന്നോട്ട് വെച്ച വരികളല്ലാതെ അതിനപ്പുറത്ത് എവിടെയെങ്കിലും ആലപിക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്ന് DYFI ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കും എന്നാണ് പറയാനുള്ളത്.